Hello, welcome to our spoken English class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സിൽ ഒരുപാട് സെൻറ്റൻസസ് അല്ലെങ്കിൽ ഐഡിയാസ് എങ്ങനെ ഈസിയായി ജോയിൻ ചെയ്ത് ഇംഗ്ലീഷിൽ പറയാം എന്ന് നോക്കാം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് 13 നമ്മുടെ 13ാമത്തെ ക്ലാസ്സിൽ നമ്മൾ കൺജങ്ഷൻസ് എന്ന ഒരു കോൺസെപ്റ്റ് പഠിച്ചായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. അപ്പോൾ ചില വാക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസ്, സെൻറ്റൻസസ് ഈസിയായി ജോയിൻ ചെയ്ത് ഇംഗ്ലീഷിൽ പറയുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് 13 നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി അതേപോലുള്ള വേറെ കുറേ വാക്കുകളാണ് ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം ഓൾദോ. ഓൾദോന്റെ അർത്ഥം എന്നത് എങ്കിലും എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ നമുക്കൊരു സെന്റൻസ് എടുക്കാം. ഓൾദോ ഇറ്റ് ഈസ് റെയിനിങ് ഷീ വിൽ കം. മഴ പെയ്യുകയാണെങ്കിലും അവൾ വരും. Although it is raining, she will come. മഴ പെയ്യുകയാണെങ്കിലും, അങ്ങനെ പറയുന്ന സമയത്ത് ആദ്യം ഓൾദോ വയ്ക്കുക. മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ നമ്മൾ പഠിച്ചു ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ING യൂസ് ചെയ്യണം. Although it is raining, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും. ഇനി നമ്മൾ പറയുകയാണ് അവൻ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും. അവൻ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ മനസ്സിൽ വെക്കുക. സെന്റൻസിന്റെ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. സെന്റൻസിന്റെ ആദ്യം വരുന്നത് സബ്ജക്റ്റ് ആണ്. ഈ സെന്റൻസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള വ്യക്തി. അവൻ വായിച്ചുകൊണ്ടിരിക്കുവാണെങ്കിലും എന്ന് പറയുമ്പോൾ അവനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പോ ഹീ. ഇനി അടുത്തത് വേർബ്. ആക്ഷൻ എന്താ? വായിക്കുകയാണ്. ഹീ ഈസ് റീഡിങ്. ഇനി അവൻ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എന്ന് വരുമ്പോൾ എങ്ങനെ വരും? Although he is reading. Although he is reading. അവൻ വായിക്കുകയാണെങ്കിലും. ഇനി അവൻ പഠിക്കുകയാണെങ്കിലും എന്നാണെങ്കിൽ എങ്ങനെ വരും? Although he is studying. Although he is studying. ഇനി അവൻ ഉറങ്ങുകയാണെങ്കിലും എന്നും എങ്ങനെ വരും? Although he is sleeping. Although he is sleeping. അവൻ പാടുകയാണെങ്കിലും. അവൻ പാടുകയാണെങ്കിലും. അതിന് കൂടെ നമ്മൾ എന്തോ പറയാൻ വരികയാണ്. ആദ്യം നമ്മൾ പറയുന്നത് അവൻ പാടുകയാണെങ്കിലും. Although he is singing. Although he is singing. പിന്നെ നമ്മുടെ സെന്റൻസിലേക്ക് തിരിച്ചു വരാം. നമ്മൾ പറയുന്നത് മഴ പെയ്യുകയാണെങ്കിലും എന്നാണ് പറയുന്നത്. അപ്പോൾ മഴയെ നമുക്ക് അവൻ, അവൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇറ്റ് യൂസ് ചെയ്യും. Although it is raining. മഴ പെയ്യുകയാണെങ്കിലും അവൾ വരും. അവൾ വരും എന്നെങ്ങനെയാ പറയുക? അവൾ വന്നിട്ടില്ല, ഭാവിയിൽ വരും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു ഭാവിയെ കുറിച്ച് പറയുമ്പോൾ ഏത് 2 വേർഡ്സാ ഉപയോഗിക്കേണ്ടത്? വെരി ഗുഡ്. വിൽ, ഷാൽ.
അവൾ വരും. ഷീ വിൽ കം. ഷീ വിൽ കം. ആദ്യം സബ്ജക്റ്റ് വെക്കുക. അവളെ കുറിച്ചല്ലേ പറയുന്നേ. ഷീ. ഇനി ഭാവിയിലായത് കാരണം വിൽ. പിന്നെ നമ്മുടെ ആക്ഷൻ കം. ഇനി അവൾ പാടും എന്നാണെങ്കിൽ എങ്ങനെയാ പറയാ? ഷീ വിൽ സിംഗ്. അവൾ പോകും എന്നാണെങ്കിൽ എങ്ങനെയാ പറയാ? മഴ പെയ്യുവാണെങ്കിലും അവൾ പോകും. Although it is raining, she will go. Although it is raining, she will go. ഇനി മഴ പെയ്യുകയാണെങ്കിലും അവൾ വരും. അതെങ്ങനെ പറയും? Although it is raining, she will come. മഴ പെയ്യുകയാണെങ്കിലും അവൻ വരും. Although it is raining, he will come. ഷീന്റെ അവിടെ ഹീ ചേർത്തു. Although it is raining, he will come. ഇനി നമുക്കൊരു പേര് കൊടുക്കാം. മഴ പെയ്യുകയാണെങ്കിലും അൽത്താഫ് വരും. മഴ പെയ്യുകയാണെങ്കിലും അൽത്താഫ് വരും. അതെങ്ങനെ പറയും? Although it is raining, Altaf will come. Although it is raining, Altaf will come. മഴ പെയ്യുകയാണെങ്കിലും ഞങ്ങൾ വരും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ വരും. മഴ പെയ്യുകയാണെങ്കിലും ഞങ്ങൾ വരും. അതെങ്ങനെ പറയും? Although it is raining, നമ്മൾ പഠിച്ചു. ഭാവിയെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. We, I. ഇങ്ങനെ വരുമ്പോൾ will അല്ല shall ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. We shall come. ഞങ്ങൾ വരും. Although it is raining, we shall come. മഴ പെയ്യുകയാണെങ്കിലും ഞാൻ വരും. Although it is raining, I shall come. Although it is raining, I shall come. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് സ്ട്രക്ചർ ചെയ്യുവാൻ സാധിക്കും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു സെന്റൻസ് നോക്കാം. പാലക്കാടുള്ള ഒരു വലിയേട്ടൻ പറയുകയാണ്, എന്ത് കുട്ടിയെ കാട്ടണത്, മഴ പെയ്യാണ്, എന്നാലും ഞങ്ങൾക്ക് വേലയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. മഴ പെയ്യാണെങ്കിലും കുട്ടിയെ ഞാൻ വേലയ്ക്ക് പോകും. ഇവിടെ ശശിചേട്ടൻ പറയുന്നത് മഴ പെയ്യുകയാണെങ്കിലും ഞാൻ വേലയ്ക്ക് പോകും എന്നാണ് പറയുന്നത്. ശശിചേട്ടനെ നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യത് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട്? Although it is raining, I shall go to the festival. Although it is raining, മഴ പെയ്യുവാണെങ്കിലും ഞാൻ ഫെസ്റ്റിവലിന് പോകും. I shall go. എങ്ങോട്ടാ പോകുന്നേ? To the festival. നമ്മൾ പഠിച്ചു. To എന്നത് ഡയറക്ഷൻ കാണിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേലയ്ക്ക് പോവുകയാണ്. I shall go to the festival. Although it is raining, I shall go to the festival. മഴ പെയ്യുകയാണെങ്കിലും ഞാൻ ഫംഗ്ഷന് പോകും. മഴ പെയ്യുകയാണെങ്കിലും ഞാൻ ഫംഗ്ഷന് പോകും. അതെങ്ങനെ പറയും? Although it is raining, I shall go
Very good. To the function. Although it is raining, I shall go to the function. മഴ പെയ്യുകയാണെങ്കിലും അവൻ ഫെസ്റ്റിവലിന് പോകും. മഴ പെയ്യുകയാണെങ്കിലും അവൻ ഫെസ്റ്റിവലിന് പോകും. Although it is raining, he will go to the festival. Although it is raining, he will go to the festival. ഇനി മഴ പെയ്യുവാണെങ്കിലും അവൾ ഫെസ്റ്റിവലിന് പോകുന്ന എങ്ങനെ പറയും? Although it is raining, she will go to the festival. ഹീന് പകരം she ചേർത്തു. Although it is raining, she will go to the festival. ഇനി മഴ പെയ്യുകയാണെങ്കിലും ഞങ്ങൾ വേല കാണാൻ പോകും. ഞങ്ങൾ വേലയ്ക്ക് പോകും. മഴ പെയ്യുകയാണെങ്കിലും ഞങ്ങൾ വേലയ്ക്ക് പോകും. Although it is raining, ഞങ്ങൾ എന്ന് വരുമ്പോൾ we shall go to the festival. Although it is raining, we shall go to the festival. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് യൂസ് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സെൻറ്റൻസ് നോക്കുന്നത് നെക്സ്റ്റ് വേർഡ് either or. either or എന്നത് വെച്ചാൽ ഒന്നെങ്കിൽ അല്ലെങ്കിൽ. ഇപ്പോൾ നമ്മൾ ചില സെൻറ്റൻസസ് ഇല്ലേ, ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ. അതെങ്ങനെ പറയും? either you or I. either you or I. അപ്പോൾ നമ്മൾ രണ്ട് ഐഡിയാസ് കൊടുക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നേ നടക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് either or ഉപയോഗിക്കുവാൻ സാധിക്കും. ഒന്നെങ്കിൽ അല്ലെങ്കിൽ. ഒന്നെങ്കിൽ അവർ അല്ലെങ്കിൽ ഞങ്ങൾ. അതെങ്ങനെ പറയും? അവർ എന്ന് പറയുമ്പോൾ they, ഞങ്ങൾ എന്ന് പറയുമ്പോൾ we. either they or we. either they or we. ഒന്നെങ്കിൽ രാഹുൽ അല്ലെങ്കിൽ രവി. അതെങ്ങനെ പറയും? either രാഹുൽ or രവി. either രാഹുൽ or രവി. ഇനി നമ്മൾ പറയുകയാണ് ഒന്നെങ്കിൽ അവൾ അല്ലെങ്കിൽ ഞാൻ. അതെങ്ങനെ വരും? either she or I. either she or I. ഇനി നമ്മളൊരു ആവേശത്തിന്റെ പുറത്ത് പറയുകയാണ് ഒന്നെങ്കിൽ അവർ അല്ലെങ്കിൽ ഞാൻ. ഞാൻ ഒറ്റയ്ക്ക് മതി. ഒന്നെങ്കിൽ അവർ അല്ലെങ്കിൽ ഞാൻ. അതെങ്ങനെ വരും? either they or I. either they or I. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കും. ഇനി നമുക്കിതൊരു സെന്റൻസ് ആയിട്ട് എടുക്കാം. ഒന്നെങ്കിൽ പ്രിയ അല്ലെങ്കിൽ റിയ കോമ്പറ്റീഷൻ ജയിക്കും. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ്. അപ്പം നമ്മൾ പറയുകയാണ് ഒന്നെങ്കിൽ പ്രിയ അല്ലെങ്കിൽ റിയ ജയിക്കും. അപ്പോൾ ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ്. അതെങ്ങനെ വരും? either പ്രിയ or റിയ will win. ഒന്നെങ്കിൽ പ്രിയ അല്ലെങ്കിൽ റിയ. either പ്രിയ or റിയ ഭാവിയിൽ ജയിക്കും എന്നാണ് പറയുന്നത്. will win.
either Priya or Riya will win. ഇനി നമ്മൾ പറയുകയാണ് ഒന്നെങ്കിൽ അവർ അല്ലെങ്കിൽ നമ്മൾ ജയിക്കും. രണ്ടിലൊരു കാര്യം ഉറപ്പാണ്, ഒന്നെങ്കിൽ അവർ അല്ലെങ്കിൽ നമ്മൾ ജയിക്കും. അതെങ്ങനെ വരും? either they or we. വീന്റെ കൂടെ എപ്പോഴും എന്താ വരിക? shall win. either they or we shall win. ഇനി നമ്മൾ പറയുകയാണ് ഒന്നെങ്കിൽ അവൻ അല്ലെങ്കിൽ ഞാൻ ജയിക്കും. അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഒന്നെങ്കിൽ അവൻ അല്ലെങ്കിൽ ഞാൻ ജയിക്കും. അതെങ്ങനെ പറയും? either he or I. അതിൻ്റെ കൂടെ എന്താ വരിക? shall win. either he or I shall win. ഇനി നമ്മൾ വേറൊരു സെന്റൻസ് എടുക്കാം. ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ പോകും. ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ പോകും. ആരെങ്കിലും ഒരാൾ പോയേ പറ്റൂ. ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ പോകും. either you or I shall go. either you or I shall go. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യുവാൻ സാധിക്കും. ഇനി നമുക്ക് ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കാം, ഒന്നെങ്കിൽ പഠിക്കുക അല്ലെങ്കിൽ കളിക്കുക. ഇപ്പം നമ്മൾ ഉപദേശിക്കുകയാണ്. അഡ്വൈസ് ചെയ്യേണ്ട ക്ലാസ് നമ്മൾ പഠിച്ചായിരുന്നു ഇംഗ്ലീഷിൽ. അപ്പം ഇത് നമ്മൾ അഡ്വൈസ് പോലെ തന്നെ നമ്മൾ പറയാണ്, ഒന്നെങ്കിൽ പഠിക്കുക അല്ലെങ്കിൽ കളിക്കുക. either study or play. either study ഒന്നെങ്കിൽ പഠിക്കുക or play അല്ലെങ്കിൽ കളിക്കുക. ഇനി നമ്മൾക്ക് വേറൊരു സെന്റൻസ് എടുക്കാം. ഒന്നെങ്കിൽ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഫോൺ നോക്കുക. ഒരു കുട്ടി രണ്ടും ഒരുമിച്ച് ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ വേറെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ പറയുകയാണ്, ഒന്നെങ്കിൽ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഫോൺ നോക്കുക. അപ്പോൾ നമ്മളത് എങ്ങനെ പറയും? either eat or use the phone. രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യണ്ട. either eat or use the phone. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് യൂസ് ചെയ്യുവാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിൻസ്. ഇപ്പോൾ നമ്മളൊരു സെന്റൻസ് പറയുകയാണ്, ഞാൻ രാവിലെ മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ എങ്ങനെ പറയും? ഇതൊരു സ്പെഷ്യൽ സെന്റൻസ് ആണ്. I have been waiting since morning. രാവിലെ മുതൽ എന്ന് കാണിക്കുവാനാണ് സിൻസ് മോർണിംഗ്. ഇപ്പം നമ്മുടെ ഉള്ളിൽ ചില ഐഡിയാസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് സെന്റൻസസ് പറയണം. ഒരു സമയം മുതൽ. അപ്പോൾ മുതൽ എന്ന വാക്കിന്റെ അർത്ഥമാണ് സിൻസിന് വരുന്നത്. ഞാൻ രാവിലെ മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I have been waiting since morning. ഞാൻ രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് I have been എന്ന് വന്നത്. I am waiting എന്ന് വെച്ചാൽ എന്താ? ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I am waiting. പക്ഷെ രാവിലെ മുതൽ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നേരത്തെ തൊട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ I have been waiting. Have been നമ്മൾ ഉപയോഗിക്കണം. I have been waiting. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഞാൻ ഇപ്പോൾ പഠിക്കുകയാണ്. ഞാൻ ഇപ്പോൾ പഠിക്കുകയാണ്. നേരത്തെ കാര്യമല്ല പറയുന്നത്, ഇപ്പോൾ പഠിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയും? I am studying. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. I am studying. ഇനി നമ്മൾക്ക് പറയണം, ഞാൻ നേരത്തെ തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയതല്ല, നേരത്തെ തൊട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ പറയും? I have been studying. I have been studying. ഇനി ഞാൻ നേരത്തെ തൊട്ടേ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എങ്ങനെ പറയും? നേരത്തെ തൊട്ടേ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരത്തെ തൊട്ടേ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ I have been reading. I have been reading. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വരുമ്പോൾ I am reading. അപ്പോൾ നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു കാര്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് സെന്റൻസസ് വരുമ്പോൾ ഹാവ് ബീൻ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? നേരത്തെ തൊട്ടേ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ മുതലേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I have been waiting since morning. I have been waiting since morning. ഞങ്ങൾ രാവിലെ മുതലേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ മുതലേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്നവിടെ വി ചേർക്കുക, I എന്നവിടെ വി ചേർക്കുക. We have been waiting since morning. We have been waiting since morning. അവൻ രാവിലെ മുതലേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ രാവിലെ മുതലേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He has been waiting since morning. ഹീന്റെ കൂടെ എപ്പോഴും ഹാസ് നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ പഠിച്ചായിരുന്നു I have, we have, he has, she has, you have, they have. ഈ രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറയുകയാണ്, അവൻ രാവിലെ മുതലേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He has been waiting. എപ്പോ മുതൽ? രാവിലെ മുതൽ. Since morning. ഇനി നമുക്ക് അവനൊരു പേര് കൊടുക്കാം. അഭിജിത്ത് രാവിലെ മുതലേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹി എന്നവിടെ അഭിജിത്ത് എന്ന് ചേർക്കുക. അഭിജിത്ത് ഹാസ് ബീൻ വെയിറ്റിംഗ് സിൻസ് മോർണിംഗ്. അഭിജിത്ത് ഹാസ് ബീൻ വെയിറ്റിംഗ് സിൻസ് മോർണിംഗ്. അവർ രാവിലെ മുതലേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. They have been waiting since morning. അവരെന്ന് പറയുമ്പോൾ യുടെ കൂടെ have. They have been waiting since morning. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് യൂസ് ചെയ്യുവാൻ സാധിക്കും. സിൻസ് എന്ന് ഉപയോഗിച്ച് നമുക്ക്
ഇങ്ങനെ സെന്റൻസസ് യൂസ് ചെയ്യാം. നമുക്കൊരു സെന്റൻസും കൂടെ നോക്കാം. അരുൺ ഉച്ച മുതലേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ച മുതലേ അരുൺ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ വരും? അരുൺ ഹാസ് ബീൻ സ്റ്റഡിങ് സിൻസ് ആഫ്റ്റർനൂൺ. ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, അരുൺ എപ്പോൾ മുതലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ നമ്മൾ പറയുകയാണ് ആഫ്റ്റർനൂൺ മുതൽ അരുൺ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുൺ ഹാസ് ബീൻ സ്റ്റഡിങ്. അവൻ ഉച്ചയ്ക്ക് തുടങ്ങിയതാണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അരുൺ ഹാസ് ബീൻ സ്റ്റഡിങ് സിൻസ് ആഫ്റ്റർനൂൺ. അവൾ ഉച്ച മുതലേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. അവൾ ഉച്ച മുതലേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഹാസ് ബീൻ സ്റ്റഡിങ് സിൻസ് ആഫ്റ്റർനൂൺ. ഷീ ഹാസ് ബീൻ സ്റ്റഡിങ് സിൻസ് ആഫ്റ്റർനൂൺ. അവർ ആഫ്റ്റർനൂൺ മുതലേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. They have been studying since afternoon. അവർ എന്ന് പറയുമ്പോൾ they have been studying. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. They have been studying since afternoon. ഇനി നമ്മൾ പറയുകയാണ്, ഞങ്ങൾ ഉച്ച മുതലേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. We have been studying since afternoon. We have been studying since afternoon. ഞാൻ ഉച്ച മുതലേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉച്ച മുതലേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതലാണ് വേണ്ടത്, പക്ഷെ ഉച്ച മുതലാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? I have been studying since afternoon. I have been studying since afternoon. അപ്പോൾ ഈ രീതിയിൽ ഒരു ടൈം മുതൽ അതിന് നമുക്ക് സിൻസ് എന്ന് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന വാക്കാണ്, ഇത് നമ്മുടെ ലാസ്റ്റ് വേർഡാണ് ഇന്നത്തെ ക്ലാസ്സിലെ, ടിൽ. ടില്ലിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മളൊരു സമയം വരെ എന്ന് പറയില്ലേ. നേരത്തെ ഒരു സമയം മുതൽ എന്നായിരുന്നു, സ്റ്റാർട്ടിങ് ആയിരുന്നു. ഇനി നമ്മൾ എൻഡിങ് ആണ്. ഒരു സമയം വരെയാണ് ടിൽ. ഞാൻ വൈകുന്നേരം വരെ പ്രാക്ടീസ് ചെയ്തു. I practiced till evening. അപ്പോൾ നമ്മുടെ സെന്റൻസ് സ്ട്രക്ചർ മനസ്സിൽ വെക്കുക. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഞാൻ വൈകുന്നേരം വരെ പ്രാക്ടീസ് ചെയ്തു പറയുമ്പോൾ ഞാനല്ലേ സബ്ജക്റ്റ്. അപ്പോൾ ആദ്യം സബ്ജക്റ്റ് വെക്കുക. I. ഇനി വെർബ്. ആക്ഷൻ എന്താ? പ്രാക്ടീസ് ചെയ്തു. അപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ വരും? പ്രാക്ടീസ്ഡ്. I practiced. ഏത് ടൈം വരെയാ? till evening. I practiced till evening. അവൻ ഈവനിങ് വരെ പ്രാക്ടീസ് ചെയ്തു. അവൻ ഈവനിങ് വരെ പ്രാക്ടീസ് ചെയ്തു. He practiced till evening. He practiced till evening. അവർ ഈവനിങ് വരെ പ്രാക്ടീസ് ചെയ്തു. They practiced till evening. They practiced till evening. പ്രിയ ഈവനിങ് വരെ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ദേന്റെ അവിടെ പ്രിയ എന്ന് വെക്കുക. പ്രിയ പ്രാക്ടീസ്ഡ് till evening. പ്രിയ പ്രാക്ടീസ്ഡ് till evening.
ഞങ്ങൾ ഈവനിങ് വരെ പ്രാക്ടീസ് ചെയ്തു. ഞങ്ങൾ ആത്മാർത്ഥതയോടെ ഈവനിങ് വരെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. ഞങ്ങൾ എന്ന് വരുമ്പോൾ we practiced till evening. We practiced till evening. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഒരു സെന്റൻസും കൂടെ നമുക്ക് എടുക്കാം. ഞാൻ 6 മണി വരെ ഉറങ്ങി. ഞാൻ 6 മണി വരെ ഉറങ്ങി. അപ്പോൾ I slept till 6 AM. കഴിഞ്ഞ കാര്യമാണല്ലോ പറയുന്നത്. അപ്പോൾ സ്ലീപ്പ് എന്ന് വരില്ല, സ്ലെപ്റ്റ് ആണ് വരിക. കഴിഞ്ഞ കാര്യം നമ്മൾ പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. I slept till 6 o'clock. അല്ലെങ്കിൽ I slept till 6 AM. ഞാൻ 6 മണി വരെ ഉറങ്ങി. അവൻ 6 മണി വരെ ഉറങ്ങി. നേരത്തെ എണീക്കേണ്ടതായിരുന്നു ഒന്നും കൂടെ. 6 മണി വരെ അവൻ ഉറങ്ങി. He slept till 6 AM. He slept till 6 AM. അവർ 6 മണി വരെ ഉറങ്ങി. നമ്മൾ നേരത്തെ എണീറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞതായിരുന്നു. പക്ഷെ അവർ 6 മണി വരെ ഉറങ്ങി. They slept till 6 AM. They slept till 6 AM. ഇനി നമ്മൾ പറയുകയാണ്, നീ 6 മണി വരെ ഉറങ്ങി. നീ എന്ന് പറയുമ്പോൾ you. You slept till 6 AM. You slept till 6 AM. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് യൂസ് ചെയ്യുവാൻ സാധിക്കും. ഒരു സമയം വരെ എന്ന് പറയുമ്പോൾ till നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, റിയ രാത്രി വരെ പഠിച്ചു. റിയ രാത്രി വരെ പഠിച്ചു. പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്റ്റഡി എന്നാണോ സ്റ്റഡീഡ് എന്നാണോ വരിക? കഴിഞ്ഞ കാര്യമായത് കാരണം സ്റ്റഡീഡ്. റിയ സ്റ്റഡീഡ് രാത്രി വരെ till night. റിയ സ്റ്റഡീഡ് till night. അപ്പോൾ ഈ രീതിയിൽ ഒരു സമയം വരെ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ യൂസ് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചുകൂടെ വാക്കുകൾ പഠിച്ചു. ഈ വാക്കുകളിലൂടെ നമ്മുടെ ഐഡിയാസ് നമുക്ക് ഈസിയായി ജോയിൻ ചെയ്ത് പറയുവാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ and also subscribe. See you in the next class. Have a nice day.